നമസ്കാരം. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് വീണ്ടും മരണത്തിന്റെ മണമുള്ള വാർത്തകൾ വരികയാണ്. ഇത്തവണ കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിന്ന് നിതിൻ രാജ് എന്ന BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യ കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് ഇന്ന് നാം കാണുന്ന നമ്മുടെ വ്യവസ്ഥിതിയും അധ്യാപകരും ചേർന്ന് നടത്തിയ ഒരു കിരാത കൊലപാതകമാണെന്ന് ആരോപണമാണ് ഉയരുന്നത്. ലോൺ ആപ്പിന്റെ കുരുക്കാണോ അതോ അധ്യാപകരുടെ ജാതീയമായ അധിക്ഷേപങ്ങളാണോ, പരസ്യമായ ബോഡി ഷെയ്മിംഗ് ആണോ ഒരു ഡോക്ടറാകാൻ മോഹിച്ച ഒരു ദളിത് യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത്? ആരൊക്കെയാണ് ഇതിലെ പ്രതികൾ? അഞ്ചരക്കണ്ടിയിൽ നടന്നത് നിതിൻ രാജ് എന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മരണം നമ്മയെല്ലാം ചിന്തിപ്പിക്കുന്നു. പഠിക്കുവാനുള്ള പഠന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി മാത്രം നിതിൻ രാജ് ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തത്. ആ കടബാധ്യത നിതിനെ വേട്ടയാടാൻ തുടങ്ങി. നിതിനെ മാത്രമല്ല, നിതിനെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാര്, ബന്ധുക്കള്, വീട്ടിലെ പലരുടെ മൊബൈലുകളിലേക്ക് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി, നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി. ഈ ലോൺ ആപ്പുകളിൽ നിന്ന് അധ്യാപകരുടെ ഫോണിലേക്ക് വിളി വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. എന്നാൽ ഒരു വിദ്യാർത്ഥി ഇത്തരം കെണിയിൽ പെട്ടെന്ന് അറിഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കേണ്ടതാണ് അധ്യാപകർ. അതിനു പകരം അവനെ ഒറ്റപ്പെടുത്തുകയും സമൂഹത്തിൽ ക്രൂരമായി വിചാരണ ചെയ്യുകയാണോ വേണ്ടത്? ഇങ്ങനെ അവനെ ക്ലാസ് മുറികളിലും പബ്ലിക്കായും നടുറോട്ടിലുമിട്ട് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയാണോ വേണ്ടത്? പൊഴുത്ത പട്ടി എന്ന് വിളിക്കുകയാണോ ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്? അവന്റെ നിറത്തിനെയാണോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? ഇത് അവന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവനൊരു ചെറിയ പയ്യനാണ്. അവന്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചു. നഷ്ടമാർക്ക് കോളേജ് അധികൃതർ പോലീസിനെ അറിയിക്കുന്നതിന് പകരം നിതിനെ ക്യാമ്പസിലെ പരസ്യമായി ആക്ഷേപിച്ചു. ഒരു സ്വകാര്യത മാനിക്കാതെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്നാണ് കുട്ടികൾ പറയുന്നത്. കമ്മീഷണർ പോലും അത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഡോക്ടർ റാം എന്ന് പറയുന്ന ഒരു മാന്യ അദ്ദേഹമുണ്ട്. അദ്ദേഹമാണ് കുട്ടികളെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ചിരിച്ചില്ലെങ്കിൽ ആ കുട്ടിയെ വളരെ മോശമായി സംസാരിക്കുമെന്നാണ് കുട്ടികൾക്കെതിരെ. ഈ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഡോക്ടർ റാം, ഇയാള് സാധാരണ കുട്ടികൾക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. ക്യാമ്പസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റു പല കുട്ടികളും ഇദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ റാം എന്ന് പറയുന്ന മാന്യ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡി ഷേമിംഗ്. ചിരിക്കാത്ത കുട്ടികളെ അദ്ദേഹം തല്ലും, കറുത്ത നിറമുള്ളവരോട് വിവേചനം കാണിക്കും. എന്താണോ ഈ കറുപ്പിന് ഇത്ര അധികം മോശമായ ഒരു നിറമാണത്? ഇങ്ങനെ മാനസികമായി തകർക്കാൻ താനാരാണ്? എന്തിനാണ് ഈ അധ്യാപകൻ എന്ന പേരും പറഞ്ഞു നടക്കുന്നത്? പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനും പഴയ ജിഷ്ണു പ്രണോയും ഒക്കെ നമുക്ക് നൽകിയ പാഠങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല. മാനേജ്മെന്റിന്റെ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുമെന്ന് നമുക്കറിയാം. ഇതൊക്കെ പുതിയ കാര്യവുമല്ല. ഇപ്പോൾ KSU പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസ് എടുത്ത് പൊക്കിക്കൊണ്ടുപോവുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി ഇന്ന് സമരഭൂമിയാണ്. KSU പ്രവർത്തകർ പോലീസിന് അവന്റെ ശക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റാം അതുപോലെ സംഗീത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എന്ന് പറയുന്നു. SC/ST ആക്ട് പ്രകാരം കേസെടുത്തിട്ടെന്ന് പറയുന്നു. സൈബർ സെല്ലിന്റെ നേതൃത്വത്തിലുള്ള 7 സംഘ അന്വേഷണം ഊർജിതമാക്കി എന്ന് പറയുന്നു. ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. ആത്മഹത്യാ പ്രേരണ, SC/ST അതിക്രമ നിരോധന നിയമം എല്ലാം തെളിവുകൾ നിരത്തി നിതിൻ രാജിന്റെ ഫോൺ ചാറ്റുകൾ, ശബ്ദ സന്ദേശങ്ങൾ, CCTV ദൃശ്യങ്ങൾ എല്ലാം വെച്ചും മാനേജ്മെന്റിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ ഇതുവരെയുള്ള പഠനങ്ങൾ വെച്ച് ഞാൻ ചിന്തിക്കുന്നത്. നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്കാണ്. ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ, അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നം, ഡോക്ടറായി കാണാനുള്ള ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം, ജീവിതത്തിലെല്ലാം സർവസ്വവും വിറ്റുപറക്കി മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു. അവരുടെ സ്വപ്നമാണ് ഇവിടെ ഹോമിക്കപ്പെട്ടത്. ഇനി മറുവശമുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഈ കോഴ്സുകളുടെ സാമ്പത്തിക ഭാരത്തെ പറ്റി ഈ മാതാപിതാക്കൾക്ക് അറിയില്ല. സ്വപ്നത്തിനാണ് ഓടുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ലോൺ ആപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ തന്നെ അലങ്കോലപ്പെട്ടതിന്റെ പ്രധാന കാരണം വിദ്യാഭ്യാസ നയം തന്നെ ഇവിടെ കാലാഹരണപ്പെട്ടു എന്നതിന്റെ തെളിവാണത്. ഒരു കുട്ടിക്ക് തങ്ങൾക്ക് ഒരു വേണ്ട പഠിക്കാൻ ആവശ്യമായ ലോൺ കിട്ടുന്നില്ല, അവൻ ലോൺ ആപ്പുകൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ, ലോൺ ആപ്പിന്റെ വിരട്ടൽ സാധാരണ ഒരു പ്രായം ചെന്ന ആളുകൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചെറുപ്പക്കാരായ കുട്ടികൾ അവർ തളർന്നു പോകും. അവരെ താങ്ങേണ്ടത് അധ്യാപകരാണ്, സമൂഹമാണ്. അവിടെയാണ് ജാതീയത പറഞ്ഞും ദാരിദ്ര്യം പറഞ്ഞും വിദ്യാഭ്യാസത്തെ യോഗ്യത പറഞ്ഞും ഒരു കുട്ടി അധിക്ഷേപിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുന്നത്. അവിടെ ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് അവസാനിക്കുന്നത്. എനിക്കിതൊന്നും പറയുന്നില്ല. ഈ സമരങ്ങൾ നടക്കും, നാളെ വാർത്തകൾ മാറും. പക്ഷേ നിതിൻ രാജിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. നഷ്ടപ്പെട്ടത്
ആ മാതാപിതാക്കൾക്ക് മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഇനിയെങ്കിലും നാം തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ മക്കളെ ഓരോ സ്ഥലത്ത് ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളെ പറ്റിയും ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. 10-20 വയസ്സും വരെ പ്രായമുള്ള കുട്ടികളെ വളർത്തിയുണ്ടാക്കാൻ ഒരു മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. ഇവന്റെയൊക്കെ കഴപ്പ് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് മക്കളെ ചേർക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അടിസ്ഥാനപരമായി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുക. നിതിൻ രാജിന് നീതി ലഭിക്കണമെന്ന് എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നീതി കിട്ടുമോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ്. ആ ഓർമ്മകള്, സ്വപ്നങ്ങള് എല്ലാം തല്ലി തകർത്ത് നിങ്ങൾ എന്താണ് നേടുന്നത്? നിതിൻ രാജിന്റെ ശവമഞ്ചം വരുന്ന സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്ന കാഴ്ച സമൂഹ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാനാവില്ല. ഇത് കേരളമാണ്. ഇവിടെ നീതി ലഭിക്കണം. വിദ്യാസമ്പന്നരാണ്. ഇവിടെ നീതി ലഭിക്കണം. മനുഷ്യ മനസാക്ഷി ഉള്ളവരാണ് കേരളീയർ. ഇവിടെ നീതി ലഭിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.